ഇന്ന് നമ്മൾ ചെടിയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ആദ്യമായിട്ട് നമ്മൾ കാണിക്കുന്നത് ഫെലനോപ്സിസ് ഓർക്കിഡിൻ്റെ ചെടിയാണ്. ഇത് നന്നായി ഫ്ലവറും വന്നിട്ടുണ്ട്. ഓൾറെഡി ഫ്ലവറുള്ള ചെടി മാത്രമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അത് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുമാണ്. പിന്നെയുള്ളത് ഈ ഒരു അഗ്ലോണിമയാണ് കേട്ടോ. ഓരോന്നിൻ്റെ റേറ്റും അതിൻ്റെ സൈഡ് ഭാഗത്ത് ചേർത്തിട്ടുണ്ട്. നമ്മൾ ഒട്ടുമിക്ക പ്ലാന്റുകളും മെച്ചോർഡായ വലിയ പ്ലാന്റുകളാണ് സെയിൽ ചെയ്യുന്നത് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളുമാണ്. ഇത് റെഡ് വാലൻറ്റൈൻ്റെ ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റാണ്. പിന്നെ ഉള്ളത് ഈ ഒരു കലാത്തിയാണ് കേട്ടോ. ഇതിൽ 2-3 തൈകളൊക്കെ ഉണ്ട്. നല്ല പിങ്ക് കളർ കയറി വരുന്ന ഒരു കലാത്തിയാണ്. അതുപോലെ തന്നെ ആന്തോറിയും വലിയ ഫ്ലവറും വലിയ ലീഫൊക്കെ വരുന്ന ഒരു ചെടിയാണിത്. ഇതും ഒരു തൈയും മൊത്തത്തിലും കൊടുക്കും. പിന്നെ ഉള്ളത് ഇത് വെറൈറ്റി ഒരു റെഡ് വാലൻറ്റൈൻ നീണ്ട ലീഫുകളാണ് ഇതിന് വരുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ 10 ക്യാരറ്റിൻ്റെ അടിപൊളി പ്ലാന്റാണ് കേട്ടോ. പിന്നെ വരുന്നത് വിദൂരിയുടെ അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റാണ്. നല്ല ഹെൽത്തി ഉള്ള പ്ലാന്റാണ് കേട്ടോ. ഇതും നമ്മുടെ 10 ക്യാരറ്റിൻ്റെ നല്ല കളർഫുള്ളായി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പ്ലാന്റാണ്. പിന്നെ ഉള്ളത് ഇതൊരു വെറൈറ്റിയാണ്. ഇതിൽ യെല്ലോയും ഗ്രീനും പിങ്കും കൂടെ കയറി വരുന്നുണ്ട്. ഇത് ഗോൾഡ് ബാൻഡറാണ്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് കേട്ടോ. ഇത് ഹെൽത്തിയുമാണ്, യെല്ലോയിഷ് കളറുമാണ്. അതുപോലെ തന്നെ പിങ്ക് ഈത്രമാര പ്ലാന്റാണിത്. ഇതും ഹെൽത്തി ആയിട്ടുള്ള ഭംഗിയുള്ള പ്ലാന്റാണ്. പിന്നെ ഉള്ളത് ബ്ലാക്ക് പാന്തറിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. പിന്നെ ട്രൈ കളർ ഭംഗിയുള്ള അഗ്ലോണിമയാണ് ഈ ട്രൈ കളർ. അതും ഹെൽത്തി ആയ പ്ലാന്റാണ്. ഇത് പിങ്ക് പനാമയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റും അതുപോലെ തന്നെ കൊച്ചിൻ പിങ്ക് നമ്മുടെ കയ്യിൽ ഒരുപാട് പ്ലാന്റുകളുണ്ട്. പിന്നെ ഓരോന്നിൻ്റെയും റേറ്റ് ഞാൻ അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് ഏതാണെന്ന് വെച്ചാൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ ഈ ഒരു കാണിക്കുന്ന നമ്പറിൽ എനിക്ക് അതിൻ്റെ പിക്ചർ അടക്കം മെസ്സേജ് ചെയ്യാം. സെയിം പ്ലാന്റ് തന്നെ വേണമെന്നുള്ളവർ പെട്ടെന്ന് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരാം. ഇനി സെയിം പ്ലാന്റ് അല്ല ഉള്ളത് എങ്കിൽ അതിൻ്റെ പിക്ചർ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിൽ അഗ്ലോണിമ ചെടികൾക്കുള്ള വളങ്ങളൊക്കെ ഉണ്ട്. അഗ്ലോണിമ നടുമ്പോൾ ഉപയോഗിക്കുന്ന പെർലൈറ്റ് അതുപോലെ വെർമിക്കുലേറ്റൊക്കെ നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിൾ ആണ്. അതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓരോ വീഡിയോയിലും പറയാറുണ്ട് അഗ്ലോണിമ ചെടിയുടെ പോട്ടി മിക്സ് എങ്ങനെയാണെന്ന്. എന്നാലും ഒരുപാട് പേര് എപ്പോഴും സംശയം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ആ ഒരു പോട്ടി മിക്സ് ഒന്നുകൂടെ ഞാൻ പറയുന്നതാണ് കേട്ടോ. ചകിരിച്ചോറ്, ചാണകപ്പൊടി, എല്ലുപൊടി, വെർമിക്കുലേറ്റ്, അതുപോലെ നമ്മുടെ റേസാസ്ക് ഇല്ല എന്നുള്ളവർ പെർലൈറ്റ് വാങ്ങിയിട്ട് യൂസ് ചെയ്യുക. ചെടികൾ നട്ടുകൊടുക്കുന്ന സമയത്ത് നമ്മൾ രാസവളങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ ചകിരിച്ചോറും മണലും ചേർത്ത് കൊടുത്താൽ പോട്ടി മിക്സ് നല്ല ലൂസാവുന്നത് കാരണം വെള്ളം വാർന്നു പോകുകയും അതുപോലെ നമുക്ക് നല്ല ഹെൽത്തി ആയ പ്ലാന്റായി മാറുകയും ചെയ്യും. പെർലൈറ്റ് ചേർത്ത് കൊടുത്താൽ അതിൻ്റെ വേരിൻ്റെ ചീച്ചിൽ കുറയാൻ പറ്റും. അതുപോലെ വെർമിക്കുലേറ്റ് അഗ്ലോണിമക്ക് പ്രത്യേകമായിട്ട് ഉള്ള ഒരു വളമാണ് കേട്ടോ. അത് നല്ല ഹെൽത്തി ആയിട്ട് അഗ്ലോണിമ വളരാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ വെർമിക്കുലേറ്റ് സെയിലിനുണ്ട്. ആവശ്യമുള്ളവർ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ വരും. ഇനി ഇതുപോലെ കുറേ പ്ലാന്റുകൾ ബാക്കിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റുകൾ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തരാം. നമ്മുടെ വീട്ടമ്മമാർ വീട്ടിൽ ചടഞ്ഞ് ഒതുങ്ങിക്കൂടാതെ നമ്മുടെ ഹാപ്പി പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് ചെറിയൊരു ഭംഗിയുള്ള ഗാർഡൻ ഒരുക്കിയാൽ നമ്മുടെ മനസ്സിനും ഏറ്റവും കൂടുതൽ സന്തോഷമായിരിക്കും. അതുപോലെ തന്നെ നല്ല പോസിറ്റീവ് എനർജി ഉണ്ടാക്കാനും ഇതുപോലത്തെ ചെടികൾ നമ്മെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒരു കുഞ്ഞു ഗാർഡൻ ഉണ്ടാക്കാൻ ശ്രമിക്കാം കേട്ടോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.